സഹോദരി സഹോദരന്മാരെ, ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഇതുപോലുള്ള പ്രതിഷേധ സദസ്സുകൾ ഇന്ന് വിവിധ പാർട്ടി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക. ഇതിനാധാരമായ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, ശ്രീ കോട്ടാത്തലയൊക്കെ അവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ചത് മാത്രമല്ല, ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത്. അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ്. ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ്. അപ്പോൾ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാരണം. ഒന്നാമത് പിണറായിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ഒരു വകുപ്പുകാർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും. എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയവും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ വലുതും ചെറുതുമായി ഈ പൊതുഭരണം ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് മേജർ വകുപ്പുകളാണ്. അതിനു പുറമെ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് പോലും വേറെ ആർക്കും കൊടുത്തില്ല, അതും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. നോർക്ക അതും കയ്യില്ല. ഏതാണ്ട് 10-32ഓളം വലുതും ചെറുതുമായിട്ടുള്ള വകുപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നിനോട് ന്യായം പുലർത്താൻ കഴിയുന്നില്ല. ഇപ്പൊ പോലീസില് ഒരു പുതിയൊരു വിഭാഗം വന്നിരിക്കുക. ആ വിഭാഗം എന്ന് പറയുന്ന അധോലോകമായിട്ടും മയക്കുമരുന്നുമായിട്ടും സ്വർണം പൊട്ടിച്ചു കടത്തുന്നുൾപ്പെടെ ഉള്ള എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നിയന്ത്രണത്തിലാണ്. ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് അഡീഷണൽ DGP അജിത് കുമാർ. ഇതാണ് ദീർഘകാലം ഭരണകക്ഷി MLA ആയിരുന്ന അൻവർ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു അധോലോക നായകൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായിക്ക് ധൈര്യമില്ല. കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുന്ന ആളാണ് അജിത് കുമാർ. കാരണം അതിന് ഒരു വർഷം മുമ്പ് RSSന്റെ ഉപകാര്യദർശി ഒസബോളയുമായിട്ട്, ദത്താത്രേയ ഒസബോളയുമായിട്ട് പിണറായിക്ക് വേണ്ടി ഒരു മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ. ഒസബോള പറഞ്ഞെന്തായിരുന്നു? ഞങ്ങളുടെ MP ഡൽഹിക്ക് അയച്ചു തരണം, പകരം മുഖ്യമന്ത്രിയുടെ എല്ലാ കേസും ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലേ ശിവശങ്കർ ഇരുന്നത്? സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, മനുഷ്യക്കടത്ത്, ഇതിനെല്ലാം നേതൃത്വം നൽകിയൊരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഇരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി, കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചതാണോ? ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം, മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടകശേരി ആരംഭിച്ചു. ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനെയും കൊണ്ടേ പോവും. കണ്ടകശ്ശേരി ആളെയും കൊണ്ടേ പോകുമെന്ന് പറയും. ഈ കണ്ടകശ്ശേരി പിണറായിനെയും കൊണ്ടേ പോകും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സുജിത്തിന്റെ എന്താ അദ്ദേഹം ചെയ്ത കുറ്റം എന്തായിരുന്നു? അകാരണമായി കുറെ കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയപ്പോ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ചൊവ്വന്നൂര്. അദ്ദേഹം ചോദിക്കാൻ ചെന്നാ, അദ്ദേഹത്തിന് വലിയ കള്ളക്കേസ് ഉണ്ടാക്കി മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മജിസ്ട്രേറ്റിനെ വിളിച്ചത് പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല. പിന്നെ കുറെ കള്ളക്കേസ് ഉണ്ടാക്കി, പൊതിരെ തല്ലി. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് സുജിത്ത് നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വീഡിയോ പുറത്തു വന്നത്. ഇത് പുറത്തു കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. അതിൽ കണ്ടില്ലേ കുനിച്ചു നിർത്തിയിടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദസ്വാമി ജയിലിൽ ആടിയപ്പോ ഈ ശൗര്യമൊക്കെ എവിടെയായിരുന്നു? ഇവിടെ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊടിസുനി TP ചന്ദ്രശേഖരനെ 51 കെട്ടുകെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി, അയാൾക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്നതും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതും സ്ത്രീകളുണ്ട് പറയുന്നില്ല, മദിരാക്ഷിയെ വരെ ഒപ്പിച്ചു കൊടുക്കുന്ന യോഗ്യല്ലേ ഈ പോലീസുകാർക്കല്ല? എന്നിട്ട് ഇവരാണോ ആ പാവം ചെറുപ്പക്കാരനെ തല്ലിച്ചവച്ച്? ഇതവിടം കൊണ്ട് അവസാനിച്ചോ? ഞാൻ പറഞ്ഞത്, എന്തിനാ ചൊവ്വന്നൂര് വരെ പോകുന്നത്? നമ്മുടെ പേരക്കാട് സ്റ്റേഷനില്ലേ ഉദാഹരണം, ഒരു ദളിത് സ്ത്രീയെ ബിന്ദുവിനെ
മണിക്കൂറുകൾ വിവസ്ത്രയാക്കി മഹിളാ വിമൻസ് പോലീസിന്റെ മുമ്പിൽ വിവസ്ത്രയാക്കി നിർത്തി ചോദ്യം ചെയ്തു, ചെയ്യാത്ത കുറ്റത്തിന്. കഷ്ടകാലത്തിന് ഈ ബിന്ദു ജോലി ചെയ്ത വീട്ടുടമസ്ഥ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെമ്മറി പവർ നഷ്ടപ്പെടുന്ന ഒരാളാണ്. അവരുടെ വീട്ടിലെ തന്നെ സ്വർണ്ണം എടുത്തിട്ട് കട്ടിന്റെ അടിയിൽ കൊണ്ടുവച്ചു. പിന്നെ എവിടെ വെച്ചെന്ന് മറന്നുപോയി. നേരെ ഒരു പോലീസിൽ വിളിച്ചു പറഞ്ഞു, എന്റെ വീട്ടിലെ പൊന്നു കാണാനില്ല. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ജോലിക്കാരിയുണ്ട്. എന്നാ പിന്നെ അവരെ ഇങ്ങോട്ട് വരാൻ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നു, ക്രൂരമായിട്ട് മർദ്ദിച്ചു. മണിക്കൂറുകൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വിവസ്ത്രയാക്കി വിമൻസ് പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ചു. അവസാനം കുടിക്കാൻ വെള്ളം ചോദിച്ചു. പോലീസുകാരൊക്കെ ഇരുന്ന് മിനറൽ വാട്ടർ കുടിക്കുമ്പോ ഇവരോട് പറഞ്ഞു, ആ ക്ലോസറ്റിന്റെ അടുത്തൊരു പൈപ്പ് ഉണ്ട്, അവിടുത്തെ വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. ഇന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടമ്മയ്ക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ കിടക്കേന്റെ അടിയിലാണല്ലോ വെച്ചത്. അവരവസാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, സോറി, എനിക്കൊരു ഓർമ്മ പെശലുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ എന്റെ കട്ടിലിന്റെ അടിയിൽ ഞാൻ തന്നെയാണ് കൊണ്ടുവച്ചത്. പക്ഷെ പോലീസ് പറഞ്ഞാൽ എന്താ അറിയോ, അങ്ങനെയല്ല. പോലീസ് പരിശോധിച്ചപ്പോൾ അടുത്തുള്ള ഈ ചവറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂരയിൽ നിന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തു കള്ള റെക്കോർഡ് ഉണ്ടാക്കി. ഇത് തലസ്ഥാനത്തുണ്ടായതാ, പേരുക്കട വേറെ എവിടെയും പോണ്ടല്ലോ. പീച്ചിയിലെ ഒരു റെസ്റ്റോറന്റ് ഉടമേനെ കസ്റ്റഡിയിൽ എടുത്ത്. എന്തിനായിട്ട് അയാൾ തെറ്റും ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാർ തമ്മിൽ തർക്കമുണ്ടായി. അപ്പൊ കണ്ടവരെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടേ ഉടമസ്ഥനെ തല്ലി, മാനേജറെ തല്ലി, ജീവനക്കാരെയും തല്ലി. നല്ല സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുണ്ട്. റെസ്റ്റോറന്റ് എല്ലാവരും തല്ലി, മാനേജർ സ്റ്റാഫിനെ വരെ തല്ലി. ഇപ്പോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇത് പോലീസിന്റെ തലപ്പത്തുള്ള ശ്രമിച്ചാൽ പോലും ഈ കശ്മലന്മാരെ രക്ഷിക്കാൻ ഒരു കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഈ 4 വിദ്വാന്മാരുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷനിലാ ശരി, പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. കുറെയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രവർത്തകർ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്, അടിച്ച് കാലം കുടിക്കും. ഞാൻ അത്രേ പറയുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികളുണ്ട്. ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ്, പ്രതിഷേധ സഹസാണ്, ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട്, ഒരു യൂണിഫോം ഇട്ട് പുറത്തു വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളും ചെയ്തോളാം. ഇപ്പോ അത്രയ്ക്ക് പോകണമെന്ന് പിണറായി ആലോചിച്ചാൽ മതി. ഇന്നലെ ഇപ്പൊ പിണറായിക്ക് എന്താണ് ഇത്ര വലിയ ധൈര്യം? ഇന്നലെ ഓണാഘോഷത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോ ഗവർണർ പറഞ്ഞു കേട്ടില്ലേ, മുഖ്യമന്ത്രി എന്റെ മൂത്ത സഹോദരനാണ്. അപ്പോ ഒരു പഴഞ്ചൊല്ലുണ്ട്, സോദർ തമ്മിലുള്ള പോരൊരു പോരല്ല. അപ്പൊ നിങ്ങൾ VC-ന്റെ പേരിലൊക്കെ വഴക്ക് കുടിക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, സഹായിച്ചോളാന്ന്. ഒസവോളയും അജിത് കുമാറുമായിട്ടുള്ള ബന്ധം അന്ന് അവസാനിക്കുന്നില്ല. സഹായിക്കാം. നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവരുത്, ഇയാളിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ഭീഷണിപ്പെടുത്തി കാര്യം നടത്താം. അതല്ലേ നിങ്ങൾ നമ്മളെ ധാരണ? അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയാം, ആ കളി ഇവിടെ വേവില്ല. ഇന്നലെ ഓണാഘോഷത്തിനൊക്കെ റോട്ടിൽ നല്ല ആളുണ്ടായിരുന്നു. എന്താ കാരണം അറിയോ? ഒന്ന്, ദുഃഖങ്ങൾ മറക്കാൻ, ഈ പിണറായിന്റെ ഭരണത്തിന്റെ ദുഃഖം മറക്കാൻ. 2, നമ്മൾ എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ഒരാൾക്ക് യാത്രയപ്പ് നടത്തുമ്പോൾ നല്ല രീതിയിൽ യാത്രയപ്പ് നടത്തില്ല. ആള് നല്ലവനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും യാത്രയപ്പ് സമയത്ത് നല്ല വാക്കല്ലേ പറയൂ. ഇന്നലെ ഒരു ഫെയർവെൽ നടത്തിയ, കാരണം അടുത്ത ഓണത്തിന് ഇതേ ഉണ്ടാവില്ല. ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാവില്ല, കന്റോൺമെന്റ് ഹൗസിൽ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഏതായാലും ക്ലിഫ് ഹൗസിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല, ഇനി ഒരു ആഗസ്റ്റ് 15 ഡയറി നമ്മുടെ കലണ്ടറിൽ വന്നാൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തില്ല. എന്തൊക്കെ കളി നിങ്ങൾ നടത്തിയാലും, ഏതൊക്കെ ഹൊസബോളമാര് വന്നാലും, ഏതൊക്കെ അജിത് കുമാറുമാര് വന്നാലും, എന്തൊക്കെ തലയിലും ഉണ്ടിട്ട് RSS കാര്യാലയത്തിലും കയറിയാലും ശരി, ഇതൊന്ന് ഇനി ഇവിടെ ഈ മണ്ണിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഞങ്ങൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും, സംശയമൊന്നും വേണ്ട. പക്ഷേ
ഈ 8 മാസം ഞങ്ങളും ഉണ്ടായിരിക്കില്ല. എത്രയും പെട്ടെന്ന് ഈ 4 കാക്കിക്കുപ്പായം ഇട്ട 4 ഗുണ്ടകളെ, തെരുവ് ഗുണ്ടകൾ, ഞാൻ അവരെ തെരുവ് ഗുണ്ടകളെ സർവീസിന് പുറത്താക്കണം. ഒരു പരികർമ്മിയും കൂടിയുണ്ട്. 4 പേരാണ് മുഖ്യ കഥാപാത്രങ്ങൾ, മറ്റേത് ഒരു പരികർമ്മി. ഈ 4 പേരുടെ ഒരു വിട്ടുവീഴ്ചയില്ല. എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ കുഴപ്പം വെറുതെ ഞങ്ങളെ കൊണ്ട് വരുത്തി വെപ്പിക്കരുത്. കേസുകൾ കണ്ടാലൊന്നും പേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. ഇപ്പം തന്നെ എത്ര കേസുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ചിലപ്പോൾ ഒരു ഭീഷണിക്കുള്ള കേസ് ഇന്നുണ്ടാവും, അടിച്ച് കാലൊഴിക്കുന്നു പറഞ്ഞ് ഒരു ഭീഷണിയുടെ കേസ് ഉണ്ടാവും. അതും ആയിക്കോട്ടെ, ഇപ്പൊ എന്തിനാ കുറയ്ക്കുന്നത്, അതും കൂടി ഇരിക്കട്ടെ. അപ്പൊ സാധാരണ പ്രവർത്തകർക്കാണെങ്കിൽ എത്ര കേസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിഞ്ഞു. എനിക്ക് തന്നെ അറിഞ്ഞൂടാ എത്ര കേസ് എനിക്ക് എന്റെ പേരിലുണ്ടെന്ന്. ഇതൊക്കെ കണ്ടങ്ങ് വരണ്ടു എന്നാണ് വിചാരം. ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലി ചായ്ക്കാനാണോ പോലീസുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, നടന്നു പോയിട്ട് കംപ്ലൈന്റ് പറയാൻ വയ്യ. ഞാനിവിടെ ഈ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന ആൾക്കാരെ കാണുമ്പോ നമ്മളവർക്ക് വഴിമാറി കൊടുത്തെന്താ അറിയോ? പാവങ്ങള് എവിടേക്കാ കയറി ചെല്ലുന്ന പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നമ്മളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതില്ല. കാരണം അതിന്റെ അകത്ത് ചെന്നാലും ബാക്കിയുള്ളവർക്ക് കിട്ടും. നമ്മളവരെ മാന്യമായിട്ട് അങ്ങോട്ട് അയക്കുന്നതിന്റെ കാരണം നമ്മുടെ ദൗർബല്യമല്ല. കാരണം അവരവരുടെ വീട്ടിലെ പരാതിയൊക്കെ പറയാൻ വേണ്ടി പോകുന്ന. ഈ സ്റ്റേഷനിൽ തന്നെ എത്ര പരാതി വന്നിട്ടുണ്ട്. നമ്മളിതിന് എത്ര ആളുകളുടെ സമരത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചൊവ്വന്നൂര് മാത്രമല്ല, കുന്നംകുളം സ്റ്റേഷൻ മാത്രമല്ല, അങ്ങ് മ്യൂസിയവും പേറുക്കടയും മുമ്പിൽ നിൽക്കുമ്പോ പിന്നെ ബാക്കി ദൂരേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ദൂരേക്ക് പോകുന്തോറും ആക്ഷനും കൂടും. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ചെന്നാൽ, അതേപോലെ ജയിലില് കൊടിസുനി ആവശ്യപ്പെട്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കുക പോലീസ് ഉദ്യോഗസ്ഥന്മാര്, മൊബൈൽ കൊടുക്കുക. ഇന്ന് ആ പാവം ബിന്ദുവിനെ, വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന ബിന്ദുവിന് വീട്ടിലൊന്ന് അറിയിക്കാൻ വേണ്ടി മൊബൈൽ ഉപയോഗിക്കാൻ സമ്മതിക്കാത്തവരാണ് കൊടിസുനിക്ക് മൊബൈൽ എത്തിച്ചു കൊടുക്കുന്നേ, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നേ, കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നേ. ഞാൻ പറയട്ടെ, എവിടെ എത്തി കേരളത്തിലെ പോലീസ്? എന്ത് പറയുമ്പോൾ അടിയന്തരാവസ്ഥ ഒരു ഉരുട്ടലും പറയും. ഇതുപോലത്തെ ഉരുട്ടലൊന്നും അന്നുണ്ട്. അന്ന് ഉരുട്ടിയത് കുറ്റം ചെയ്തവരെയാണ്. ഇന്നിപ്പോ കാണുന്നതിനൊക്കെ ഉരുട്ടുന്ന അവസ്ഥയിലേക്ക് പോലീസ് എത്തി. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് എല്ലാ പോലീസ് സ്റ്റേഷനും കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു വെയിലിനെ പോലും വകവയ്ക്കാതെ ഈ 4 പേരെ പുറത്താക്കുന്നത് വരെ നീണ്ടു നിൽക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണ ഈ പ്രതിഷേധ സദസ്സ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.